ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഡൗ ജോൺസ് 25 പോയിന്റ് നെഗറ്റീവാണ്. S&P ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നു. നസ്ഡാക്ക് 2 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. US മാർക്കറ്റ് ഒരു ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്തിട്ടിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റായിട്ടാണ്, ഫ്ലാറ്റല്ല, ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 60 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ചെറിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ നമ്മുടെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50% ഈ ഒരു റീട്രേസ്മെൻറ്റ് ഏരിയ 25,161 തൊട്ട് 25,004 ഈ ഒരു ഏരിയ ആണ് ഒരു റീട്രേസ്മെൻറ്റിന് സാധ്യത ഉള്ളത്. ഈ ഹൈന്ന് ഈ ലോ വരയ്ക്കും എടുത്തിട്ട് പിന്നെ അതിൻ്റെ 50% റീട്രേസ്മെൻറ്റ് എപ്പോഴും മാർക്കറ്റ് വരാറുണ്ട്. അതാണ് ഈ ഒരു ലെവല്. അതുമല്ല, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്നലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയെങ്കിലും 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് കിട്ടി, പിന്നെ മുകളിലോട്ട് കയറിയിട്ടാണ് തിരിച്ച് താഴോട്ട് ഇറങ്ങിയത്. മാർക്കറ്റ് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. കാരണം ഒരു റെഡ് ക്യാൻഡിൽ ഫുള്ള് സെല്ലിംഗ് പ്രഷർ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഫുള്ള് സെല്ലിംഗ് പ്രഷറാണ്. മുകളിലോട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ നേരെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസിനെല്ലാം മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോകാം. ഇന്നത്തെ പ്രധാന ലെവലുകളെന്ന് പറയുന്നത്, ഏറ്റവും താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നേരെ മുകളിലോട്ട് പോയി, പിന്നെ വന്നിട്ട് വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് കയറി, വീണ്ടും അവസാനത്തെ 15 മിനിറ്റും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിയത്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 24,850 ഒരു ഇന്നലത്തെ ലോ 24,850 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ലെവൽ, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് അതുവരയ്ക്കും 24,660 670 ഏരിയയിലോട്ട് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക്, അതായത് 850 ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 200 പോയിന്റ് താഴോട്ട് വരാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. എങ്കിലും ഇടയ്ക്ക് ഈ ലെവൽസോടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,780 24,770. പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് തൊട്ടടുത്താണ് 735. എല്ലാം 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ 4 ലെവൽസും താഴോട്ട് പോവുക. 24,850 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ 24,850 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള 24,772 ടാർഗറ്റ് വെച്ചിട്ട് താഴോട്ട് എൻട്രി എടുക്കാം. പിന്നെ ഇത് ഒരു കൺസോൾട്ടേഷന് സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഇവിടെ ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലോട്ട് പോകും. 24,670 ഏരിയയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് എപ്പോൾ വേണമെങ്കിലും, മുകളിലോട്ടെന്ന് പറയുന്നത് ക്യാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫുള്ള് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. മുകളിലോട്ടുള്ള ഏരിയ 24,960 ഇന്നലെ ഒരു സ്വിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഈ ഒരു ഏരിയ 24,960 24,960 വരയ്ക്കും മാർക്കറ്റ് ഒരു നോൺ ട്രേഡിംഗ് സോണാണ്. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എത്രയായി 850 തൊട്ട് 960 100 പോയിന്റിൻ്റെ ഇതുണ്ട്. ജസ്റ്റ് സ്കാൽപ്പ് ചെയ്തിട്ട് ഇറങ്ങുക. മുകളിലോട്ട് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്ന് ഒരു റിജക്ഷനുള്ള സാധ്യത ഉണ്ട്. 960 970 ഏരിയയിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കാം.
25 ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ 25,030 ടാർഗറ്റ് വയ്ക്കാം മുകളിലോട്ട്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,030, പിന്നെ വരുന്നത് 25,100 ആണ്. 25,100 ഇന്നലത്തെ ഹൈ ഇവിടെ നിന്ന് 25,030 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 25,160 വരെ പോകാൻ സാധ്യതയുണ്ട്. 25,100 ടാർഗറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 25,100 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് നോക്കാം 25,160 വരയ്ക്കും. കൂടുതലും മാർക്കറ്റ് മിക്കവാറും രണ്ട് സൈഡിലോട്ടുള്ളൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ചിലപ്പോൾ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ആ സമയത്തുള്ള ലൈവ് അപ്ഡേഷൻസും കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്കടുത്ത് ഡേറ്റയിലോട്ട് പോവാം. ഇന്നലത്തെ 125 മിനിറ്റ്സിൻ്റെ സോണ്, ഇവിടെ ഒരു 75 മിനിറ്റ്സിൻ്റെ സോൺ ഉണ്ടായിരുന്നു. 75 മിനിറ്റ്സിൻ്റെ സോണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് മുകളിലോട്ട് പോയത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. അപ്പം തിരിച്ചത് കയറിയാലും 25,100 നേരത്തെ ഡേ ക്യാൻഡലിൻ്റെ ചാർട്ടിൽ തന്നിട്ടുണ്ടായിരുന്ന 25,100 ഇവിടെ സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. ഈ സോൺ എപ്പോഴെങ്കിലും ഒരു PS ആവുകയാണെങ്കിൽ മാത്രം തിരിച്ച് മുകളിലോട്ട് എൻട്രി നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 160 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്കിൽ 551 കോടിക്ക് FAS ബൈ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും DISും FASും ഇന്നലെ ബൈയിങ് ആയിരുന്നു. DIS 4,104 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. FASും ബൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഷോർട്ട് ടൈം റീട്രേസ്മെൻ്റ് ആയിരിക്കും മുകളിലോട്ട്, ഒരു ഷോർട്ട് കവറിങ് ആയിരിക്കും മുകളിലോട്ട് നടക്കുന്നത്. പൊസിഷൻസ് അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് മാർക്കറ്റിനെ പോയതാകാനാണ് സാധ്യത കൂടുതൽ. മാർക്കറ്റ് മിക്കവാറും താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസിലോട്ട് പോകാം. ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും മുകളിലത്തെ ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇന്നത്തെ CPR 24,897 തൊട്ട് 24,937 വരെയാണ് CPR വരുന്നത്. ചെറിയൊരു വൈഡ് CPR ആണ്. മുകളിൽ നിന്നുള്ള ഈ ഒരു ട്രെൻഡ് ലൈന് നോക്കുക. ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഡേ ഫുള്ള് റെസ്പെക്ട് ചെയ്ത ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനും ഈ CPRും ബ്രേക്കൗട്ട് കിട്ടി. അടുത്ത് വരുന്ന മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,963 ആണ്. 24,963, 24,983 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ മിക്കവാറും മുകളിലോട്ട് പോയാലും 24,963, 24,983 നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റിൽ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് അഥവാ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ബ്രേക്കൗട്ട് കിട്ടണം. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആകത്തില്ല. 24,963, 983 കൂടി മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. മിക്കവാറും ഇവിടെ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. താഴോട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് 24,829, 24,812 ആണ്. നേരത്തെ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ള 24,850 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് സപ്പോർട്ട് പിവറ്റ് അനുസരിച്ച് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 24,829, 24,812 ആണ്. ഗ്യാപ്പ് ഡൗൺ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 24,829, 812 ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CPR ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,829, 812 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 850 15 മിനിറ്റ്സിൽ
താഴോട്ട് ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ 829 812 ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 663 642 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24 642 663 ഇടയ്ക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 24 749 24 731. മുകളിലോട്ട് വേറെ ലെവൽസ് വരച്ചിട്ടില്ല. 24 963 983 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡലിലെ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള ലെവൽസ് ശ്രദ്ധിക്കുക. 963 പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 25030 25100 ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്